സ്ട്രോ ഹാറ്റ് സംഘം അഗ്നിശലഭമായ എംബർഫാൾ ദ്വീപിൽ ഇറങ്ങി. യുദ്ധഭീഷണി വിട്ടുപോയ ഈ ഭൂമിയിൽ വെള്ളത്തിനായി സഞ്ചരിക്കുമ്പോൾ അവർ കണ്ടത് ഒരു മരിച്ചുപോകുന്ന മാരീൻ വൈസ് അഡ്മിറൽ ആയിരുന്നു, കല്ലിന്റെ അടിയിൽ പെട്ട് ജീവൻ കെട്ടിപ്പിടിച്ചവനായി. സോറോ തോക്കിന്റെ പിടി മുറുക്കുമ്പോഴേക്കും മാരീൻ കൈ നീട്ടാതെ പറഞ്ഞു, "ഞാൻ പോരാടാനല്ല വന്നത്. കള്ളന്മാർക്കും മനുഷ്യരെ രക്ഷിക്കാമോ എന്ന് കാണാനാണ്." ലൂഫി മൗനമായി അവന്റെ അടുത്തേക്ക് നടന്നു. "അത് എങ്കിൽ എന്തിനാ നീ മറിനെ ആയി? വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ട്രോ ഹാറ്റ് പയ്യൻ എന്റെ ഗ്രാമത്തെ രക്ഷിച്ചു. ഞാൻ അവനെപ്പോലെയാകാനാണ് ഈ വഴി തിരഞ്ഞത്. പക്ഷേ വഴിമുട്ടി." റോബിനിയുടെ മുഖത്ത് അതിശയത്തോടെ ഒരു ചുളിവ്. "സ്ട്രോ ഹാറ്റ്? അതുകൊണ്ട്?" ലൂഫി ചിരിക്കുകയോ ആശ്ചര്യപ്പെടുകയോ ഇല്ലാതെ പറഞ്ഞു, "അത് ഷാങ്ക്സ് ആണ്." മാരീൻ നിശബ്ദമായി തലചായ്ച്ചു. "ഞാൻ നൂറുകണക്കിന് കള്ളന്മാരെ പിടിച്ചു. പക്ഷേ എന്റെ ഉള്ളിലെ സ്വപ്നം എപ്പോഴും സ്വാതന്ത്ര്യത്തിനായിരുന്നു. എനിക്ക് പറച്ചിലാകൂ ലൂഫി. സ്വാതന്ത്ര്യത്തിനായി മരിക്കുക എന്നത് അങ്ങനെയൊരു വലിയ കാര്യമാണോ?" ലൂഫിയുടെ കണ്ണുകളിൽ തീ പടർന്നിരുന്നു. "മരിക്കാൻ അല്ല, ജീവിക്കാൻ വേണ്ടിയാണ് സ്വാതന്ത്ര്യം. ഞാൻ പൈറേറ്റ് കിങ് ആകും. എല്ലാവർക്കും സ്വാതന്ത്ര്യം നൽകും, നിനക്കുപോലുള്ളവർക്കും." മാരീൻ ചെറുചിരിയോടെ കണ്ണുനിറച്ചുകൊണ്ടാണ് തന്റെ അവസാന ശ്വാസം വിട്ടത്. അടുത്ത ദിവസം അവനെ മാരീൻ പതാകയുടെ കീഴിൽ പാറയിൽ കൊത്തിയ സ്ട്രോ ഹാറ്റ് രൂപത്തിന്റെ അടിയിൽ ചേർത്താണ് കുഴിച്ചത്. സാഞ്ചി ചുമന്നു, സിഗരറ്റ് കത്തിച്ചു. അയാൾ മോശക്കാരൻ അല്ലായിരുന്നു. സോറോ അടിയിലേക്ക് നോക്കി പറഞ്ഞു, "അവൻ യുദ്ധിച്ചതു എന്തിനാണെന്നു മറന്നുപോയിരുന്നു." ലൂഫി ആകാശത്തേക്ക് നോക്കി ഒറ്റവാക്കിൽ പറഞ്ഞു, "ഞാൻ മറക്കില്ല." അവസാനം, ഒരു കള്ളന്റെ ഹൃദയം എന്നും കുറ്റക്കാരന്റേതല്ല.